നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തിരുപ്പതി വെങ്കടേശ്വര സ്വാമിയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ നമ്മുടെ സാമ്പത്തികപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും ഭഗവാൻ മാറ്റിത്തരുന്നതാണ്. ഇനി തിരുപ്പതിയിൽ പോയി ഭഗവാനെ ദർശിച്ച് മനസ്സുരുക്കി പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കാവുന്നതാണ്. വെങ്കടേശ്വര സ്വാമിയെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ മാസമാണ് കന്നിമാസം അഥവാ പുരട്ടാസി മാസം. അതിലും കന്നിമാസത്തിലെ ശനിയാഴ്ച ദിവസങ്ങൾ ഭഗവാൻ ഏറെ വിശേഷപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തിൽ നമ്മൾ എന്താണോ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അത് അതുപോലെ തന്നെ ഭഗവാൻ സാധിച്ചു തരുന്നതുമാണ്. മാത്രമല്ല ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ പ്രാർത്ഥനയ്ക്ക് പോലും പല മടങ്ങ് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഒക്ടോബർ മാസം 5-ാം തീയതി, അതായത് ഇന്ന് കന്യമാസത്തിലെ 3-ാമത്തെ ശനിയാഴ്ചയാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുവാനും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുവാനും കടങ്ങൾ തീർന്നു കിട്ടുവാനും വരുമാനം വർദ്ധിക്കുവാനും ഇന്ന് കന്യമാസത്തിലെ ശനിയാഴ്ച ദിവസം ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇന്ന് ശനിയാഴ്ച ദിവസം ഏതെങ്കിലും സാഹചര്യത്താലോ കാരണത്താലോ ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് കന്നിമാസത്തിലെ അവസാനത്തെ ശനിയാഴ്ചയും ഭഗവാന്റെ നക്ഷത്രമായ തിരുവോണം നക്ഷത്രവും കൂടി ചേർന്ന് വരുന്ന അത്യപൂർവ ദിനമായ ഒക്ടോബർ 12-ാം തീയതി ശനിയാഴ്ച ഈ പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യം തന്നെ ഏത് സമയത്താണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടതെന്നാൽ അതിരാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്തോ അല്ലെങ്കിൽ രാത്രി 12 മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ. അറിയാതെയെങ്കിലും നോൺ വെജ് കഴിച്ചു പോയാൽ കുളിച്ചതിന് ശേഷം ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. വീട്ടിലെ സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാൽ വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങളെ കൊണ്ട് ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പുലവാലായ്മ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഈ ഒരു പരിഹാരം ചെയ്യരുത്. പരിഹാരം ചെയ്യുന്നതിന് മുൻപ് വീട്ടിൽ വിഷ്ണു ഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ നല്ലതുപോലെ തുടച്ച് അതിൽ ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടുക. സാധിക്കുമെങ്കിൽ ഭഗവാൻ ഒരു തുളസിമാല ചാർത്താവുന്നതാണ്. അതിനുശേഷം സാധിക്കുന്നവർ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഒരു നെയ്ദീപം കൊളുത്തി വെക്കാവുന്നതാണ്. നെയ്ദീപം കൊളുത്തുവാൻ സാധിക്കാത്തവർക്ക് നല്ലെണ്ണയൊഴിച്ച് ദീപം കൊളുത്തുക. അതിനുശേഷം ഭഗവാന് എന്തെങ്കിലും ഒന്ന് നിവേദ്യമായി സമർപ്പിക്കേണ്ടതാണ്. പാലോ പഴവർഗ്ഗമോ അതല്ലെങ്കിൽ തുളസി തീർത്ഥമോ സമർപ്പിക്കാവുന്നതാണ്. പ്രാർത്ഥിക്കുമ്പോൾ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ലക്ഷ്മി ദേവിയും കൂടി പ്രാർത്ഥിക്കുവാൻ മറക്കരുത്. ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയുണ്ടെങ്കിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് സമീപമായി ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വെക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ പൂജാമുറിയിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഇരുന്ന് വേണം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ. പൂജാമുറി ഇല്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിൽ ഈശ്വരന്റെ ഫോട്ടോസ് എവിടെയാണോ വെച്ചിരിക്കുന്നത് അതിനു മുൻപിലിരുന്ന് ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇരിക്കുമ്പോൾ ഒരു കാരണവശാലും വെറും നിലത്തിരിക്കരുത്. ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേൽ വേണം ഇരിക്കുവാൻ. താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ്. ഈ ഒരു പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ളത് ഒരു ബൗൾ നിറയെ കല്ലുപ്പും ഒരു കഷ്ണം മഞ്ഞളുമാണ്. ബൗൾ എടുക്കുമ്പോൾ ഗ്ലാസ് ബൗളോ അല്ലെങ്കിൽ മണ്ണുകൊണ്ടുള്ള ബൗളോ എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ നിങ്ങളുടെ ഇടത് ഉള്ളം കൈയിൽ ഒരു കഷ്ണം മഞ്ഞൾ വെച്ച് നല്ലതുപോലെ കൈകൾ മുറുകെ പിടിക്കുക. പിന്നീട് പണം സംബന്ധമായ ഏതു പ്രശ്നമാണോ നിങ്ങൾക്ക് തീരാനുള്ളത് അല്ലെങ്കിൽ പണം സംബന്ധമായ ഏത് ആഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ എന്ന് ലക്ഷ്മി ദേവിയോടും വിഷ്ണു ഭഗവാനോടും പ്രാർത്ഥിക്കുക. കൂടാതെ പണം സംബന്ധമായ അല്ലെങ്കിൽ സാമ്പത്തികപരമായ എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാകണമെന്നും പണവരവ് വർദ്ധിക്കണമെന്നും കുടുംബത്തിൽ ഐശ്വര്യം പെരുകണമെന്നും നല്ലതുപോലെ മനസ്സുരുക്കി തന്നെ പ്രാർത്ഥിക്കുക. ഈ ഒരു പരിഹാരം ചെയ്യുന്നതിന് മുൻപ് തന്നെ ആദ്യം നിങ്ങളുടെ കുലദൈവത്തെ നല്ലതുപോലെ പ്രാർത്ഥിക്കേണ്ടതാണ്. കാരണം കുലദൈവത്തിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ മറ്റു ദേവീ ദേവന്മാരുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം കുലദൈവത്തെയും പിന്നീട് വിഷ്ണു ഭഗവാനെയും മൂന്നാമത് ലക്ഷ്മി ദേവിയെയും നല്ലതുപോലെ പ്രാർത്ഥിക്കുക. അതിനുശേഷം ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. ഈ ഒരു പരിഹാരം പ്രധാനമായും ആരെല്ലാമാണ് ചെയ്യേണ്ടതെന്നാൽ കഴുത്ത് ഞെരിക്കുന്ന അളവിൽ കടബാധ്യതയുള്ളവരും പണയത്തിലുള്ള സ്വർണങ്ങൾ തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവരും കൂടാതെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവരും
ഓരോ ദിവസവും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരും, അങ്ങനെ പണം സംബന്ധമായ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഉള്ളം കൈയിൽ മഞ്ഞൾ വെച്ച് ഈ രീതിയിൽ നല്ലതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇനി പറയുന്ന ഭഗവാന്റെ അതിശക്തിയാർന്ന മന്ത്രം 108 തവണ ചൊല്ലുക. ഇനി ചൊല്ലേണ്ട അതിശക്തിയാർന്ന ആ മന്ത്രം ഏതാണെന്ന് നോക്കാം. ഓം ശ്രീ ഹരി വിഷ്ണു ഹരി ഓം. ഓം ശ്രീ ഹരി വിഷ്ണു ഹരി ഓം. ഓം ശ്രീ ഹരി വിഷ്ണു ഹരി ഓം. ഇനി ഓരോ തവണ മന്ത്രം ചൊല്ലുമ്പോഴും ഭഗവാന് തുളസി ഇലകളാലോ അല്ലെങ്കിൽ പൂക്കളാലോ അർച്ചന കൂടി ചെയ്യാവുന്നതാണ്. ഇനി മന്ത്രം ചൊല്ലുവാൻ ആരംഭിക്കുന്നതിന് മുൻപ് ഒരു ബൗൾ നിറയെ കല്ലുപ്പെടുത്ത് ആ കല്ലുപ്പ് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് സമീപത്തായി വെക്കുക. അതിനുശേഷം വേണം ഉള്ളം കൈയിൽ മഞ്ഞൾ വെച്ച് ഈ മന്ത്രം ചൊല്ലുവാൻ. ഇനി 108 തവണ മന്ത്രം ചൊല്ലി പൂർത്തിയായതിനു ശേഷം നിങ്ങളുടെ ഉള്ളം കൈയിലുള്ള ഈ മഞ്ഞൾ കല്ലുപ്പിന് മുകളിലായി വെക്കുക. അതിനുശേഷം ഈ ബൗൾ നിങ്ങളുടെ പൂജാമുറിയിൽ തന്നെ വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കളയിൽ ഷെൽഫിലോ അല്ലെങ്കിൽ കബോർഡിനുള്ളിലോ ഈ ബൗൾ വെക്കാവുന്നതാണ്. ഇങ്ങനെ വെക്കുന്ന ഈ ബൗൾ 1 മാസം നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ കിച്ചണിൽ തന്നെ ഇരിക്കട്ടെ. 1 മാസത്തിന് ശേഷം ഈ മഞ്ഞൾ നിങ്ങൾ എവിടെയാണോ പണം വെക്കുന്നത് അവിടെ വെക്കാവുന്നതാണ്. പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ അലമാരയിലോ മണി പേഴ്സിലോ ഹാൻഡ് ബാഗിലോ അങ്ങനെ എവിടെയാണോ നിങ്ങൾ പണം വെക്കുന്നത് അവിടെ ഈ മഞ്ഞൾ വെക്കുക. ഇനി ബൗളിൽ വെച്ചിരിക്കുന്ന കല്ലുപ്പ് കുറച്ച് വെള്ളത്തിൽ നല്ലതുപോലെ കലക്കി ആ വെള്ളം ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഒഴിക്കാവുന്നതുമാണ്. ഇനി ഈ മഞ്ഞൾ നിങ്ങളുടെ പണപ്പെട്ടിയിൽ വെക്കുമ്പോഴും സാമ്പത്തികപരമായ എല്ലാ വിധത്തിലുള്ള നന്മകളും നിങ്ങൾക്ക് വന്നു ചേരണമെന്നും പണവരവുണ്ടാകണമെന്നും ഐശ്വര്യം വർദ്ധിക്കണമെന്നും ഒരു തവണ കൂടി നിങ്ങളുടെ കുലദൈവത്തോടും വിഷ്ണു ഭഗവാനോടും ലക്ഷ്മി ദേവിയോടും പ്രാർത്ഥിക്കുക. അതിനുശേഷം വേണം ഈ മഞ്ഞൾ പണപ്പെട്ടിയിൽ വെക്കുവാൻ. ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും സാഹചര്യത്താലോ കാരണത്താലോ നവരാത്രിയോട് ചേർന്ന് വരുന്ന ഇന്നത്തെ ഈ ഒരു ശനിയാഴ്ച ദിവസം ഈ പരിഹാരം ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് ഇനി വരുന്ന ശനിയാഴ്ച ദിവസം, അതായത് ഒക്ടോബർ 12-ാം തീയതി കന്നിമാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച ദിവസം രാത്രി 12 മണിക്ക് മുൻപായി ഏതൊരു സമയത്തും ഈ പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കോടീശ്വര ഭഗവാനായ സാക്ഷാൽ വെങ്കടേശ്വര സ്വാമിയിൽ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥനയോടുകൂടി ഈ ഒരു പരിഹാരം ചെയ്തു നോക്കൂ. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. മാത്രമല്ല ജീവിതത്തിൽ അഷ്ടൈശ്വര്യങ്ങളും നിറയുന്നതുമാണ്. എല്ലാവർക്കും വെങ്കടേശ്വര സ്വാമിയുടെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.